നമ്മളൊരു ധനികനാകാൻ ആഗ്രഹിക്കുന്നതോ പണം ഉണ്ടാകുന്നതോ മുതലാളിയാകുന്നതോ തെറ്റാണെന്നുള്ളൊരു നറേറ്റീവ് വരരുത്. പണം ഒന്നും അല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മളുടെ ചികിത്സ, നമ്മുടെ യാത്ര, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതിനെയൊക്കെ പണം സ്വാധീനിക്കുന്നുണ്ട്. ധനികനാകുന്നത് ഒരു തെറ്റാണെന്നുള്ള പോലെ നമ്മൾ ഒരിക്കലും ധനികനാവാൻ എല്ലാവരെയും പ്രേരിപ്പിക്കണം. പണം ഉണ്ടാക്കാനുള്ള വഴികൾ അവർക്ക് കൊടുക്കണം. പണം ഉണ്ടാക്കാൻ അറിയാത്തവനെ അതിന് പ്രോത്സാഹിപ്പിക്കണം, പഠിപ്പിക്കണം. ഞാൻ ചില ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുന്ന സമയത്ത് ചില സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാവങ്ങളിൽ പാവമായ, പാവങ്ങളെ അറിയാവുന്ന, പാവങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന, പാവങ്ങളിൽ പാവമായ പാവപ്പെട്ട ഇന്നവനെ വിജയിപ്പിക്കുക. പാവപ്പെട്ടവന്റെ പ്രശ്നം എന്താണ്? പൈസയില്ല. പൈസ ഉണ്ടാക്കാൻ അറിയുന്നവനെ വേണ്ടേ സ്ഥാനാർത്ഥിയാക്കാനും വിജയിപ്പിക്കാനും. അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് എടുക്കാനെങ്കിലും പറ്റണ്ടേ? നമ്മളെക്കാൾ ഒരു പറ്റാത്ത ഒരാളെ എങ്ങനെ ഈ സ്ഥലത്ത് കൊണ്ട് നിർത്താൻ പറ്റും? അങ്ങനെ ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ അങ്ങനത്തെ വർഷം ഓസ്കാർ കിട്ടിയ പാരസൈറ്റ് എന്ന് പറയുന്ന പടത്തിന് ഓസ്കാർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ലോകം ഉണ്ടായ കാലം മുതൽ ധനികൻ വില്ലനും ദരിദ്രനും പാവപ്പെട്ടവനും എന്നാണ് പറയുന്നത്. അങ്ങനെയില്ല, ഇതെല്ലാത്തിലും ഉണ്ട്. നല്ല മനുഷ്യനും ചീത്ത മനുഷ്യനും എല്ലാ മതത്തിലും എല്ലാ വിഭാഗത്തിലും ധനികനിലും ദരിദ്രനിലും ഒക്കെ ഉണ്ട്. പണമല്ല ഇവന്റെ സ്വഭാവം ചീത്തയാക്കുന്നതോ അങ്ങനെ ഇങ്ങനെയുള്ള ഒന്നുമില്ല. ദരിദ്രനിലും ധനികനിലും ഒക്കെ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇതിപ്പോ ഈ പാവങ്ങളിൽ പാവമായ പാവപ്പെട്ടവനെ തിരിച്ചറിയാവുന്ന ഈ പാവപ്പെട്ടവനെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞ അനൗൺസ്മെന്റുകൾ നമ്മൾ പല മേഖലയിൽ പോകുമ്പോഴും കേൾക്കാറുണ്ട്. ഈ അനൗൺസ്മെന്റ് ചെയ്യുന്ന പാർട്ടികൾ, ഇതേ പേരുകൾ പറയുന്ന പാർട്ടികൾ, അവൻ പാവപ്പെട്ടവനെയാണോ നിർത്തിയതെന്നും കൂടെ പരിശോധിക്കേണ്ട ഒരു ബാധ്യത ജനങ്ങൾക്കുണ്ടാവില്ലേ? അതല്ല, ജനങ്ങൾ എല്ലാ രാജ്യത്തിനും കിട്ടുന്ന ഗവൺമെന്റ് അവർക്ക് അർഹിക്കുന്നതാ. ജനങ്ങൾ ഇത് കണ്ട് വോട്ട് ചെയ്യും. ഞാൻ ഇവനെ കൊണ്ട് ഒരു ധനികനെ അവിടെ കൊണ്ട് നിർത്തിയ ജനം വോട്ട് ചെയ്യലോ തോറ്റു. ഞാൻ ജനങ്ങളോടാ പറഞ്ഞേ, നിങ്ങൾ ഈ സാധനത്തിൽ കേട്ടിട്ട് അവൻ പാവപ്പെട്ടവൻ, അവനെ വോട്ട് ചെയ്തേക്കെന്ന് അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. നമ്മളെയൊക്കെ മിടുക്കുള്ളൊരുത്തൻ, അവൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്നാൽ അവന് പേഴ്സണലി കണക്ഷൻസ് ഉണ്ട്, അവന് പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, അവന് പല സംഭവങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരാൾ നേതൃത്വ നിരയിൽ വരുമ്പോൾ ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് രാഷ്ട്രീയം. ഇപ്പോ തൃക്കാക്കര ഇലക്ഷൻ നടന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി വന്നു, ഞാൻ ചെറുപ്പത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാ പറയേണ്ടി വരുന്നത്? ധർമ്മജൻ ഇലക്ഷൻ വന്നപ്പോൾ പലരും ചോദിച്ചു, ഇയാൾ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ, ഇയാൾ ഒരു അടി കൊണ്ടിട്ടുണ്ടോ? കാരണം പോസ്റ്റർ ഒട്ടിക്കുന്നതൊക്കെ ഒരു രാഷ്ട്രീയക്കാരനാകാനുള്ള ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാനത്തിൽ ഓരോ വെള്ളിയാഴ്ച എത്ര പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് സിനിമയ്ക്ക്? ഇവരെല്ലാം പൊളിറ്റിക്സ് വരണ്ടേ, വലിയ ആൾക്കാരാവണ്ടേ? ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ്. ഇതൊന്നും ഇതിന്റെ ഘടകങ്ങളല്ല. വേറെ ഒരു രാജ്യത്തും, അമേരിക്കയുടെ പ്രസിഡന്റോ ഓസ്ട്രേലിയയുടെ പ്രസിഡന്റോ കാനഡയുടെ പ്രസിഡന്റോ, ഒരു രാജ്യത്തെയും നേതാക്കൾക്ക് ഇതൊന്നും അല്ല ക്വാളിറ്റി. നേതാവാകാനുള്ള ക്വാളിറ്റി ഒരു സ്കൂൾ ലീഡറെങ്കിലും ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. രാഷ്ട്രീയത്തിൽ വരാനുള്ള ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതല്ല, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണെന്നും ഇത് നമ്മുടെ നയിക്കുന്ന ആള് അഡ്മിനിസ്ട്രേറ്റീവ് പവർ അയാൾക്കുണ്ടോ, അയാളുടെ ഏകോപനം, അയാളുടെ സംഘാടനം, അയാളുടെ വിവരം, വിദ്യാഭ്യാസം, അത്യാവശ്യത്തിന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അല്ലാതെ ജനങ്ങളുടെ വിഷമമൊക്കെ ആർക്കാ അറിയാത്ത അലിബൈ? പാവങ്ങളുടെ വിഷയം അറിയാത്തതാണ്. ഇവിടെയുള്ള ജനിച്ചപ്പോഴും ധനികനായിട്ട് വന്ന കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും പണിയെടുത്തും കഷ്ടപ്പെട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന ആൾക്കാരല്ലേ. അപ്പം അതിനോടൊന്നും ഒരു എതിർപ്പ് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ പോസ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് ഓടിയെത്തുണ്ട്. CPM എന്നൊരു പാർട്ടി പണ്ട് തൊട്ട് പറയുന്ന പോസ്റ്റർ ഒട്ടിച്ചും അല്ലെ, CPM എല്ലാ പറയുന്നുണ്ട്. അതില് പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറഞ്ഞ അടികൊണ്ടും വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളെന്ന് പറയുന്നത് CPM എന്ന DYFI പോലെ പ്രസ്ഥാനം തന്നെയാണ് പറയുന്നത്. ഒരു മിനിറ്റ്, പ്രസ്ഥാനം കോൺഗ്രസ് അത്തരം ഒരു ആശയത്തിലേക്ക് പറയാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഞാൻ പറയുന്നത് ചിലപ്പം ഇപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ ചോദിച്ചു കളയും. ചിലപ്പോൾ ഇവൻ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നിട്ടോ ഇവൻ ഇതിന് വന്നിട്ടോ എന്ന് ചോദിച്ചു കളയും. അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും, പറയാറുണ്ട്. അത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയാറുണ്ട്. ഓക്കെ, എല്ലാ രാഷ്ട്രീയക്കാരും പറയാറുണ്ട്. പക്ഷെ അത് ഇപ്പോൾ നടക്കുന്നില്ല. പണ്ട് ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, പണ്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ അവൻ അധ്വാനിക്കുമായിരുന്നു. അവൻ ഓരോ മേഖലയിലും പോസ്റ്റർ ഒട്ടിക്കാനും ഇലക്ഷൻ പ്രചരണത്തും രാത്രി കാലങ്ങളിൽ പോകുന്ന ഒരു പ്രവർത്തകനായിരുന്നു പണ്ട്. ഇപ്പോൾ അല്ല. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനവുമില്ല. അത് കൃത്യമാണല്ലോ. ഒരു പാർട്ടിയിലും സ്ഥാനമില്ല. അത് ഈ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ കൂടുതൽ ഡിജിറ്റലായി. ആൾക്കാർ ഈ പോസ്റ്റർ ഒട്ടിച്ചാൽ പോലും ആൾക്കാർ വണ്ടിക്കകത്ത് മൊബൈലും നോക്കിയിരിക്കുന്നത്. ഇത് വഴിയരികിൽ ഇത് ഒട്ടിച്ചു വെച്ചാൽ ഇത് നോക്കണ്ടേ ആരെങ്കിലും?
വണ്ടിക്കകത്ത് മൊബൈൽ നോക്കിയല്ലേ ആൾക്കാർ ഇരിക്കുന്നത്. അതിന് ജനറൽ ഇൻവെൻഷൻ എന്ന് പറയും. ഇപ്പൊ കറണ്ട് ആയിരുന്നു കഴിഞ്ഞ 18-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് വേണ്ടി കറണ്ട് കണ്ടുപിടിച്ചതാണ് ഏറ്റവും വലിയ അത്ഭുതമായത്. കറണ്ട് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചതോടുകൂടി ഈ ലൈറ്റ് കത്തി, ഈ ക്യാമറ വർക്ക് ചെയ്തു, എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീൻ, വണ്ടി ഓടിച്ചു എന്ന് വേണ്ട നമ്മുടെ മൊബൈൽ ഫോൺ പോലും കറണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 100-150 വർഷം കഴിഞ്ഞിട്ട് ഈ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചതാണ് ഏറ്റവും വിപ്ലവകരമായ മാറ്റം വരുത്തിയ ജനറൽ ഇൻവെൻഷൻ. ഇന്റർനെറ്റിൽ കൂടെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വഴി ചോദിച്ചു പോവാം, ഹോട്ടൽ ബുക്ക് ചെയ്യാം, വീഡിയോ കാണാം, സിനിമ അപ്ലോഡ് ചെയ്യാം, കാണാം, ഇവിടുന്ന് വലിയ വലിയ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്ത് അയച്ചു കൊടുക്കാം, ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പൊ ഈ പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ ഒരു സ്ഥലത്താ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ അവ ജനിക്കുമ്പോഴേ അതുണ്ട്. എന്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരും മുതിർന്ന ആൾക്കാരുടെയും പകുതിക്ക് വെച്ച് ഈ സാധനം കിട്ടിയിട്ട് ഇവർക്ക് ഇപ്പോൾ ആകെപ്പാട് എന്ത് ചെയ്യണം എന്നുള്ള ഈ വെർച്വൽ വേൾഡും റിയൽ വേൾഡും തമ്മിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം അത്രയ്ക്ക് ഇല്ലാതെ വരുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം ഇല്ലാതെ വരുന്നത് നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് തന്നെ തുടങ്ങുകയാണ്. അന്ന് പറഞ്ഞ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങാം. അന്ന് പറഞ്ഞു 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിച്ച പുസ്തകം അതിപ്പോഴും സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിഡ്ഢിത്തരമായ കാര്യങ്ങൾ എന്നുള്ള ഉദ്ദേശിക്കാനാണ് പറയുന്നത്. ഉദ്ദേശം അത് തന്നെയാണ്, പറയുന്നില്ല ഉദ്ദേശം അത് തന്നെയാണെന്ന് പറയുന്നതിന് ഞാൻ ഓൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തുവേണേ പറയാം. ഓക്കെ, അത് ഏത് പാർട്ടിയാണെന്നും എല്ലാവർക്കും വ്യാഖ്യാനിച്ചെടുക്കാവുന്നുള്ളൂ. മാക്സിന്റെ പുസ്തകത്തെ കുറിച്ച് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഒരു പാർട്ടിയുള്ള CPM എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അത് അത്തരം ഒരു വേദിയിൽ താങ്കൾ പറയാനുള്ള ഈ നേരത്തെ നമ്മളൊരു കമ്മ്യൂണിസം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞത് കൊണ്ട് താങ്കൾ ഒരു പഠന സ്റ്റൈല് കൊണ്ട് പഠനത്തിൽ നിന്നും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ഒരു കാര്യം പറയാൻ കാരണമായത്. ആണ് സാർ, അതല്ലേ ഞാൻ പറഞ്ഞത്. അന്നുള്ള ആശയങ്ങൾ ഇപ്പം കേരളത്തിലെ പാർട്ടി പോലും ഓൺ ചെയ്യുന്നില്ല. പക്ഷെ അത് പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിന്റെ ആഴത്തിൽ കൊള്ളില്ലേ? താങ്കൾ അങ്ങനെ പറയാം. പിഷാരടി പറഞ്ഞ ഒരു നടൻ എന്ന് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ. സാർ, ഈ പ്രവർത്തകരെയും ഇത് ബാധിക്കുന്നില്ല സാർ. ഈ പ്രവർത്തകർ, ഞാനിത് പറയുന്നു, ഞാൻ ആരോടും ഇത് ഉപേക്ഷിക്കണമെന്നോ ഉപയോഗിക്കണ്ടെന്നോ മാറണമെന്നോ ഞാൻ പറഞ്ഞതാണ് ശരിയെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നി ഞാനിത് പറയുന്നു. നിങ്ങളിപ്പോൾ സിനിമ റിവ്യൂയുടെ കാര്യം അല്ലെങ്കിൽ ഇതെടുക്കുമ്പോൾ പറയുന്ന പോലെ ഈ സാധനം ടെക്നിക്കലി ഇപ്പോൾ പ്രാക്ടിക്കൽ അല്ല. അന്ന് അതിന് വലിയ മൂല്യമുണ്ടായിരുന്നു. അന്നത്തെ ജനങ്ങൾക്ക് അതിനോട് പ്രണയമായിപ്പോയി എന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ള കേരളത്തിലെ പാർട്ടി പോലും ഇതിലെ എല്ലാ ആശയങ്ങളെയും അതുപോലെ ഓൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നത്, പ്രവാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നത്, മുതലാളിമാർക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ റെഡിയാകുന്ന കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നത് ആണ്. അപ്പം ഞാനതിനെ അങ്ങനെ പറയുന്നില്ല. പിന്നെ ഈ നമ്മൾ പറഞ്ഞൊരു സാധനത്തിനെ എതിർക്കുമ്പം ആളുകൾക്ക് ദേഷ്യം വരും. ഇപ്പൊ താൻ പറഞ്ഞ വേദനിക്കുമല്ലേ, ഇപ്പം അലിബായി പറഞ്ഞ അത് കട്ട് ചെയ്തോട്ടോ താൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് അലിബായി പറഞ്ഞ ഈ ദേഷ്യം വരിക എന്ന് പറയുന്നത് ഈ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് നമ്മുടെ തലച്ചോറിന്റെ. നമ്മുടെ ദേശീയ ബോധം അല്ലെങ്കിൽ ഞാൻ ജനിച്ച നാട് എനിക്ക് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടതാവുന്നത്? എന്തുകൊണ്ടാണ് അലി ജനിച്ച നാട് അലിക്ക് പ്രിയപ്പെട്ടതാവുന്നത്? എന്റെ നാടിനോടുള്ള എനിക്ക് പ്രിയം. ഞാൻ അവിടെ ജനിച്ചു എന്ന കാരണം എന്റെ നാടിനോടുള്ള എനിക്ക് നാടവിടെ ഉണ്ട്. ഞാൻ അവിടെ ജനിച്ചു. അതുകൊണ്ട് എന്റെ രാജ്യം, എന്റെ നാട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്.